ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. മലയാളം മീഡിയമാണ്, ഇംഗ്ലീഷ് മീഡിയവും നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാഠഭാഗമാണ് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. ആദ്യത്തെ മനുഷ്യരെ കുറിച്ചിട്ടും അവരുടെ സംസ്കാരങ്ങളെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിലെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അത് വായിക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യരുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൻബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അത് ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത്. ഇത് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകത്തിലെ ആണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകമാണ്. ഇനി ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത്, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ് ഏതാണ്? ആദിമ മനുഷ്യന്റെ ഒരു തലയോടാണ് ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ്. രണ്ടാമത്തത്, ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ജർമ്മനിയിലെ ഹൈഡൽബർഗ് പട്ടണത്തിന് സമീപം കുഴിച്ചപ്പോൾ കണ്ടെത്തിയതാണെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇനി ആദിമ മനുഷ്യന്റെ ഈ ചരിത്രശേഷിപ്പിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അക്കാലത്തെ മനുഷ്യരുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാലോ? നമ്മളും പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ, ഇന്ന് നമുക്ക് എന്താണ് ഒരുപാട് സൗകര്യങ്ങളുണ്ട് അല്ലേ, പറഞ്ഞാൽ തീരാത്ത അത്രയും സൗകര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ആദിമ മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത ആളുകളായിരുന്നു. അവർ എങ്ങനെയൊക്കെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടായിരിക്കും, അവരുടെ ജീവിത രീതികൾ എങ്ങനെയൊക്കെ ആയിരിക്കും, അവർ എങ്ങനെയൊക്കെയാണ് ഭയപ്പെടാതെ അല്ലെങ്കിൽ സ്വന്തം ശരീരവും മറ്റും എങ്ങനെയാണ് അവർ സൂക്ഷിച്ചിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ അറ്റം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പം എന്തായാലും അത്തരത്തിലുള്ള പൂർവികരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പൂർവികരെ കണ്ടെത്താം. സിനു തൻ്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുടുംബവൃക്ഷം ശ്രദ്ധിക്കും. അപ്പോൾ ഇവിടെ സിനു ഉണ്ട്, സിനുവിൻ്റെ ബ്രദർ ഉണ്ട്. സിനുവിൻ്റെയും ബ്രദറിൻ്റെയും അച്ഛനും അമ്മയുമാണിത്. ഇനി അച്ഛൻ്റെ അച്ഛനും അമ്മയുമാണിത്, അമ്മയുടെ അച്ഛനും അമ്മയുമാണിത്. ഇനി അടുത്തതായിട്ട് അച്ഛൻ്റെ അച്ഛനായ ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും വേണം. ഈ അച്ഛൻ്റെ അമ്മയായ ഇവരുടെ അച്ഛനും അമ്മയും വേണം. അതുപോലെ തന്നെ ഇവരുടെ അച്ഛനും അമ്മയും ഇവരുടെ അച്ഛനും അമ്മയും. ഇതേപോലെ ഒരു ട്രീ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് പറ്റും? ഇങ്ങനെ അനേകായിരം തലമുറകൾക്ക് പിറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ കുടുംബത്തിലെ കുറിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് 1-2 തലമുറയെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങളൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ എങ്കിൽ പോലും അത്രയും നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ പേരെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി എന്താണ് BCE, എന്താണ് CE എന്നതാണ് പറയുന്നത്. കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. പൊതുവർഷത്തിന് മുമ്പ് അഥവാ ബിഫോർ കോമൺ ഇറ എന്നും BCE എന്നും പൊതുവർഷം കോമൺ ഇറ എന്നുമാണ് ഉള്ളത്. ഇനി യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ ഇത് BC AD എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. അത് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ളത് BC ബിഫോർ ക്രൈസ്റ്റ് എന്നും ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ളത് ആനോ ഡൊമിനി എന്നുള്ളത് AD എന്നും അറിയപ്പെട്ടിരുന്നു. ഇന്ന് ഇത് യഥാക്രമം BCE എന്നും CE എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വർഷത്തെയാണ് നമ്മൾ ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഇനി ഒരു ദശലക്ഷം വർഷം എന്ന് പറഞ്ഞാൽ 10 വർഷമാണ്. 10 വർഷമാണ് ഒരു ദശലക്ഷ വർഷം എന്ന് പറയുന്നത്. കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഇനി എങ്ങനെയാണ് മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണ്ണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്താണ് ഫോസിൽ എന്ന് പറഞ്ഞാൽ പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യരുടെ എന്നിവരുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്തരത്തിലുള്ള ഫോസിലുകളിൽ നിന്നാണ് നമുക്ക് ഒരു ചരിത്രം അല്ലെങ്കിൽ ആദിമ മനുഷ്യരുടെ ആയിക്കോട്ടെ ആദ്യകാലത്തെ ജീവികളുടേതായിക്കോട്ടെ എല്ലാം നമുക്ക് കിട്ടുന്നത് ഇത്തരം ഫോസിലുകളിലൂടെയാണ്. ഇനി മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആളുടെ പേര് ചാൾസ് ഡാർവിൻ. ഇതിന് പരിണാമം എന്ന് പറയുന്നു. 1859 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇനി അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗം ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഇനി ആദ്യമ മനുഷ്യ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇത് സസ്തനികളിലെ ഒരു വിഭാഗമായ പ്രോമൈറ്റുകളിൽ നിന്നാണ് പരിണാമം സംഭവിച്ചിട്ടുള്ളത്. പ്രൈമേറ്റുകളിൽ നിന്നാണ് പരിണാമം സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രൈമേറ്റുകൾ അല്ലെ. പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു സസ്തനിയിൽ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതിൽ നിന്നും അത് ഹോമിനോയിഡുകളായിട്ട് മാറി, അഥവാ 4 കാലിൽ നടത്തം തുടങ്ങുന്ന ഒരു ഹോമിനോയിഡുകളായിട്ട് മാറി. പിന്നീട് എന്താണ് ഇരുകാലിൽ നടത്തമുള്ള ഹോമിനിഡുകൾ ആയിട്ട് മാറി. ഇനി ഹോമിനിഡുകൾ തന്നെ 2 വിഭാഗത്തിലുള്ളതുണ്ട്, ആസ്ട്രലോപിത്തേക്കസും ഹോമോയും. ഈ ഹോമോയിൽ വരുന്ന 3 വിഭാഗങ്ങളാണ് ഹോമോ ഹാബിലിസ് ഉപകരണ നിർമ്മാതാക്കള്, ഹോമോ ഇറക്സ് നിവർന്നു നിൽക്കുന്ന മനുഷ്യര്, ഹോമോ സാപ്പിയൻസ് ബുദ്ധിയുള്ള മനുഷ്യന്. അപ്പോൾ നമ്മൾ ഏതിൽ പെടുന്നതാണ്? ഹോമോ സാപ്പിയൻസിൽ പെടുന്നതാണ്. ഇനി നോക്കൂ, ഹോമോ വിഭാഗങ്ങളുടെ ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്സ്, ഹോമോ സാപ്പിയൻസ് എന്നിവയാണ് ഫ്ലോ ചാർട്ട് നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് വിഭാഗമാണ്. മനുഷ്യപരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറിപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ പറയാം, അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയിട്ട് മാറും. നമ്മൾ ഇതിലെ ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്തു പോകാവുന്നതാണ്. ഇനി മനുഷ്യ വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ആദിമ മനുഷ്യന് വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത്. എവിടെയാണ്? കാട്ടിലായിരുന്നു ജീവിച്ചിരുന്നത്. കായ്ക്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു. ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത്. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ നമ്മൾ ശിലായുധം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ശിലകൾ ആയുധമായി ഉപയോഗിച്ചതുകൊണ്ട്. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുമുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കിയാണ് ശിലായുഗത്തെ 3 എണ്ണമാക്കി തിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രാചീന ശിലായുഗം, മറ്റൊന്ന് മധ്യശിലായുഗം, മറ്റൊന്ന് നവീന ശിലായുഗം. അപ്പം 3 തരത്തിലുള്ള ശിലായുഗങ്ങളാണുള്ളത്. ഇത് എന്തിന്റെ ബേസിലാണ്? കാലക്രമത്തിലുണ്ടായ പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി താഴെ നോക്കൂ, ഇതിലെ ഓരോന്നിൻ്റെയും സവിശേഷതകളാണ് പറയുന്നത്. ഒന്ന്, പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ ശിലായുഗത്തിൻ്റെ ആദ്യഘട്ടമാണ്. പരുക്കൻ കല്ലുകളായിരുന്നു അവർ ഉപകരണമാക്കിയിരുന്നത്. ശേഖരണവും വേട്ടയാടലുമായിരുന്നു അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇനി പ്രാചീനം കഴിഞ്ഞു കഴിഞ്ഞാൽ മധ്യത്തിലേക്ക് വന്നു. മധ്യത്തിലേക്ക് വരുമ്പോൾ സൂക്ഷ്മ ശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കിയിരുന്നു. മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രമാക്കിയിരുന്നു. കൂടാതെ അടുത്തത് നവീന ശിലായുഗമാണ്. ഒന്നും കൂടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരികയാണ്. കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുകൾ ഉപയോഗിച്ചു കൃഷി ആരംഭിച്ചു. ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഇനി ഇവിടെ ബിംബേഡ്കയെ കുറിച്ചാണ് പറയുന്നത്. ശിലായുഗ മനുഷ്യൻ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമാണ് മധ്യപ്രദേശിലെ ബിംബേഡ്ക. പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. അവരുടെ ആശയവിനിമയത്തിന്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ബിംബേഡ്ക, അതിൻ്റെ ഗുഹയാണിത്. ഇതിലെ ഗുഹാചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും അവിടെ വേട്ടയാടിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി പ്രാചീന ശിലായുഗവും മധ്യശിലായുഗയും നവീന ശിലായുഗയും എന്നിവയുടെ പ്രത്യേകതകൾ സ്ട്രിപ്പുകൾ എഴുതി ബൗളിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ശിലായുഗങ്ങളുടെ പേരുകൾ എഴുതിയ ചാർട്ടുകൾ ക്ലാസ്സിൽ ക്രമീകരിച്ച് കുട്ടികളെ സ്ട്രിപ്പ് എടുത്തിട്ട് അതിൽ ഉചിതമായ രീതിയിൽ ക്രമീകരിച്ച് വെക്കാൻ വേണ്ടി പറയാം.
അടുത്തത് കൃഷിയുടെ ആരംഭമാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലായി അവരെന്താണ് കല്ലുകളും കൂർത്ത കല്ലുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, അവർ പിന്നീട് കൃഷിയിലേക്ക് ഇറങ്ങുകയാണ്. മണ്ണിലൊക്കെ കുഴിച്ച് അവർ കഴിക്കുന്ന അവർക്ക് കിട്ടുന്ന കായ്കളും മറ്റുമൊക്കെ അവിടെ ഇട്ട് അത് മുളച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ടാൽ മുളക്കുമെന്നുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്തു, കൃഷിയിലേക്ക് പതിയെ പതിയെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങളിലെ സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായിട്ട് വന്നു. എന്തുകൊണ്ടായിരിക്കും അവർക്ക് സ്ഥിരവാസം വന്നത്? കാരണം കൃഷി ചെയ്തു കഴിഞ്ഞാൽ അവരവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, അതുപോലെ ജീവികളെടുത്ത് ഇതാക്കും അല്ലെ, ആകെ കേടുവരുത്തും. അല്ല എന്നുണ്ടെങ്കിൽ വല്ല മഴയോ എന്തെങ്കിലും വരും. അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇന്ന് രാവിലെ പോയി വന്നിട്ട് വെള്ളം ഒഴിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ അവർ വിചാരിച്ചു ഇതിനടുത്ത് തന്നെ നമ്മൾ താമസാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിരിക്കും എന്നുള്ളത്. അങ്ങനെയാണ് അവർ സ്ഥിരവാസം തുടങ്ങിയത്. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായിട്ട് തന്നെ സ്ഥിരവാസം ഉറപ്പിച്ചു. ഇനി സ്ഥിരവാസം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്താ ഉണ്ടായത്, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും? അവിടെ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിക്കുകയും ചെയ്തു. ഇനി അടുത്തത് ശിലയാണ് ഇതുവരെ ഉപയോഗിച്ചിരുന്നത്, കല്ലുകളും മറ്റുമൊക്കെ ആയിരുന്നു. ഇനി അത് മാറി അവർ ലോഹത്തിലേക്ക് വരികയാണ്. മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവ ഏത് വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതെന്താണ് കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്, ഇതെത്തിയപ്പോൾ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ചെമ്പായിരുന്നു മനുഷ്യൻ ആദ്യം ഉപയോഗിച്ചിരുന്നത്. ഏതാണ്? ചെമ്പായിരുന്നു. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്ന് പറയുന്നു. ഇനി മണ്ണ് ഉഴുതുമറിക്കാനും മരങ്ങൾ മുറിക്കാനും ഒക്കെയുള്ള കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ നമ്മൾ വെങ്കലയുഗം എന്ന് പറയുന്നു. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ മനുഷ്യജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായി. എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് പറയുന്നത്? വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി. കാർഷികോൽപാദന വർധനവ് ഉപകരണങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപപ്പെട്ടു. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശിലായുഗത്തെയും വെങ്കലയുഗത്തെയുമായിട്ട് മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ സവിശേഷതകളാണ് എന്നുള്ളത് കുറിപ്പെഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി വെങ്കലയുഗത്തിലെ സംസ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? വെങ്കലയുഗത്തിൽ പ്രധാനമായിട്ടും 4 സംസ്കാരങ്ങളാണുള്ളത്. ഒന്ന് മെസപ്പൊട്ടോമിയൻ സംസ്കാരം, മറ്റൊന്ന് ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹരപ്പൻ സംസ്കാരം. വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലായി അല്ലേ. ഈ മാറ്റങ്ങളുടെ ഫലമായിട്ട് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൻ സംസ്കാരങ്ങൾ സിവിലൈസേഷൻ രൂപപ്പെട്ടു. അത്തരത്തിൽ രൂപപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് വെങ്കലയുഗത്തിൽ നിലനിന്നിരുന്ന 4 പ്രധാന സംസ്കാരങ്ങളാണ്. ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത് മാപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിരീക്ഷിച്ച് വെങ്കലയുഗ സംസ്കാരങ്ങൾ വികസിച്ചു വന്ന നദീതടങ്ങൾ രൂപപ്പെടുത്തി പട്ടികപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. ആദ്യം മെസപ്പൊട്ടോമിയൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്ക് ഇടയിലാണ്. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരം നടന്നിട്ടുള്ളത് നൈൽ നദിയിലാണ്. ഹരപ്പൻ സംസ്കാരം സിന്ധു നദിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ചൈനീസ് സംസ്കാരം ഹുവാങ്ഹോ നദിയുടെ തീരത്തായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാം നദിയുടെ തീരത്ത്? കാരണം എന്താണ്? കൃഷി ചെയ്യുന്നത് എപ്പോഴും നദികളുടെ തീരത്തായിരിക്കും. വാട്ടർ അവൈലബിലിറ്റി ഉള്ളത് എവിടെയാണ്? നദികളുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെ അവർ സ്ഥിരതാമസമാക്കിയതും നഗരമായതും ഒക്കെ നദികളുടെ തീരത്തായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെടുത്തത് എന്തുകൊണ്ടായിരിക്കാം? കാരണം എന്താണ്? അവിടെ ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ട്, ജലലഭ്യതയുണ്ട്, അനുകൂലമായ കാലാവസ്ഥയുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നദീതടങ്ങളിൽ ഈ സംസ്കാരങ്ങളൊക്കെ രൂപപ്പെട്ടത്. ഇനി ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട് മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നദികൾക്കിടയിലെ പ്രദേശം എന്നതാണ്. ഏതൊക്കെയാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ എടുത്ത് ആൻസർ ആയിട്ട് എഴുതുക.
ഇനി നിലവിൽ ഇറാഖിന്റെ ഭാഗമാണ് ഈ പ്രദേശം. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാർഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അവിടുത്തെ നഗരജീവിതവും എഴുത്തുവിദ്യയും എങ്ങനെയാണെന്നാണ് പറയുന്നത്. മെസപ്പൊട്ടോമിയൻ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉറൂക്ക്, ലഗാഷി തുടങ്ങിയവ. മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം ക്യൂണിഫോം എന്ന് അറിയപ്പെട്ടു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യൂണിഫോം. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ആപ്പിൻ്റെ ആകൃതിയിലുള്ള വെഡ്ജ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ചിത്രലിപിയാണിത്. കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങൾ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. ഇനി മെസപ്പൊട്ടോമിയക്കാരുടെ പ്രധാനമായിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണ്? ശാസ്ത്രത്തിലും ഗണിതത്തിലുമുള്ള സംഭാവനയാണ് ഒന്ന് ചാന്ദ്ര പഞ്ചാംഗം, മറ്റൊന്ന് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കുന്നത്, ഹരണവും ഗുണനവും ഒക്കെ കണ്ടുപിടിച്ചത് ഈ ഒരു മെസപ്പൊട്ടോമിയക്കാരാണ്. ഇനി അവിടുത്തെ നിയമം എന്ന് പറയുന്നത് സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായിട്ട് ക്രോഡീകരിച്ചത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത നിലവിൽ വന്നിട്ടുള്ളത്. ഇനി എന്താണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാബിലോൺ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണിത്. ലോകത്ത് എഴുതപ്പെട്ടത് ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയാണ് ഇതറിയപ്പെടുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഈ നിയമസംഹിതയിൽ നിന്നുള്ളതാണ്. ഇനി സിഗുറാത്തുകളെ കുറിച്ചാണ് പറയുന്നത്. മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത്. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ കൂടെ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മെസപ്പൊട്ടോമിയക്കാരുടെ സാംസ്കാരിക സംഭാവനകളെ കുറിച്ച് കുറിപ്പ് എഴുതാൻ പറയുന്നുണ്ട്. നോട്ട്സിൽ നമുക്ക് എഴുതാം. ഇനി അടുത്ത സംസ്കാരം എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. അപ്പോൾ ഇവിടെ ഭൂപടം തന്നിട്ടുണ്ട്. നൈൽ നദീതടത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് എങ്കിൽ പോലും ഏതൊക്കെ പ്രദേശങ്ങളാണെന്ന് നമ്മൾ ആ ഒരു ഭൂപടത്തിൽ നിന്നും മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന നഗരം എന്ന് പറയുന്നത് കെയ്റോ ആണ്. ഓക്കെ, കെയ്റോ എന്ന് പറയുന്നത് ഇന്നും ഈജിപ്തിൻ്റെ തലസ്ഥാനമായിട്ട് തുടരുന്ന പ്രദേശമാണ്. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷിയായിരുന്നു ഇവിടുത്തെ പ്രധാന ജീവിതമാർഗം. ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടങ്ങളിൽ ഒരു നാഗരികത സംസ്കാരം വളർന്നു വരാൻ കാരണമാക്കിയിട്ടുള്ളത്. അതിനാൽ ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഫറോവ. ഫറോവ ഏകദേശം ഈ ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോമാണ് അവിടെ തന്നിട്ടുള്ളത്. ഇനി പിരമിഡുകൾ നമ്മൾ പറഞ്ഞു അല്ലെ. പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു സവിശേഷതയാണ് ഈ ഫറോവമാരുടെ ശവകുടീരങ്ങളായിട്ടുള്ള പിരമിഡുകൾ. അപ്പോൾ ഫറോവമാരുടെ ശവകുടീരങ്ങളെയാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. ഇനി മമ്മികൾ എന്ന് പറഞ്ഞാൽ മൃതദേഹമായിരുന്നു അവിടെ പിരമിഡിൽ സൂക്ഷിച്ചിരുന്നത്. ആ മൃതദേഹം എങ്ങനെയുള്ളതായിരുന്നു? സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്ക് ഉണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹത്തെയാണ് നമ്മൾ മമ്മി എന്ന് പറയുന്നത്. ഫറോവ ആയിരുന്നു തൂത്തങ്കാമൻ്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. ഇനി അവിടുത്തെ എഴുത്തുവിദ്യ എങ്ങനെയുള്ളതായിരുന്നു? നമ്മൾ മറ്റൊരിടത്ത് പറഞ്ഞു അല്ലേ, എങ്ങനെയായിരുന്നു? ക്യൂണിഫോം ആയിരുന്നു അല്ലേ. അപ്പം മെസപ്പൊട്ടോമിയയിൽ പോലെ തന്നെ ഈജിപ്തിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന് എന്ന് പറയുന്നത് പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. ഓക്കെ, ഹൈറോഗ്ലിഫിക്സ് പേര് മറന്നു പോകരുത്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ചിഹ്നരൂപവും അക്ഷരരൂപങ്ങളും കൂട്ടിച്ചേർന്ന ഒരു ലിപിയാണ് ഇത്. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ. ഇനി അവിടുത്തെ ശാസ്ത്ര നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്ത് പുരോഗതി കൈവരിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ജാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരാണ്. സങ്കലനം, വ്യവകലനം എന്നിവ ഇവരുടെ സംഭാവനകളായിരുന്നു. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത് 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ സോളാർ കലണ്ടർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്തു വരുന്നത്.
ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന കലണ്ടർ എത്ര മാസമാണുള്ളത്? 12 മാസമാണുള്ളത് അല്ലേ? ഓരോ മാസത്തിലും 30 ദിവസങ്ങളാണോ? അല്ല, ചിലതിൽ 30, ചിലതിൽ 31. നിങ്ങളുടെ വീട്ടിലെ കലണ്ടർ നിരീക്ഷിച്ചു ഓരോ മാസത്തിലും എത്ര ദിവസങ്ങൾ വീതമാണുള്ളത് എന്ന് കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2 സംസ്കാരം പഠിച്ചു. അടുത്ത സംസ്കാരം ചൈനീസ് സംസ്കാരമാണ്. ഹൊയാങ്ഹോ നദീതീരത്താണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെയും അടിത്തറ. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. ഇനി അടുത്ത എഴുത്ത് സംവിധാനം എന്ന് പറയുന്നത് ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്തു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന ചിത്രലിപിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലിപിയാണ്. ഇനി മെസപ്പൊട്ടോമിയ, ഈജിപ്ത്, ചൈന എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്ത് രീതികളുടെ പ്രത്യേകതകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ്. മെസപ്പൊട്ടോമിയയിൽ നമ്മൾ പറഞ്ഞു ക്യൂണിഫോം ആണ് അല്ലേ? അതെങ്ങനെയാണ്? കളിമൺ പാത്രങ്ങളിലായിരുന്നു എഴുതിയിരുന്നത്. ഇനി ഈജിപ്തിലെ ഹൈറോഗ്ലിഫിക്സ് ആണ്, അത് വിശുദ്ധ എഴുത്ത് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ചൈനയിൽ ഒരു ചിത്രലിപിയായിരുന്നു, അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ആ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുക. ഇനി അടുത്ത സംസ്കാരം എന്ന് പറയുന്നത് ഹരപ്പൻ സംസ്കാരമാണ്. വെങ്കല യുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെ ഈ സംസ്കാരത്തിന്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത്. ഹരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാലാണ് ഈ സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഈ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീതടത്തായതിനാൽ സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ 1ാം നഗരവൽക്കരണം എന്നും ഈ ഒരു സംസ്കാരത്തെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഹരപ്പൻ സംസ്കാരം നടന്ന സ്ഥലങ്ങളാണ് ഇവിടെ നോക്കൂ. ഇതാണ് ഹരപ്പ എന്ന് പറയുന്നത്. മോഹൻജദാരോ, കാലിബംഗാൾ, ലോതാള് ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നത്. ഇനി ആരാണ് സർ ജോൺ മാർഷൽ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ പുരാവസ്തുക്കളുടെ ഖനനത്തിനും ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASI എന്ന് പറയുന്നത്. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. ഇനി ഈ ഭൂപടം നമ്മൾ നോക്കി അതിൽ നോക്കിയിട്ട് ഏതൊക്കെയാണ് ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ എന്ന് കണ്ടെത്തണം. ഏതൊക്കെയാണ്? മോഹൻജദാരോ, കാലിബംഗന്, ലോതാള് ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള നഗരങ്ങൾ എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ നഗരാസൂത്രണം എങ്ങനെയായിരുന്നു, ടൗൺ പ്ലാനിംഗ് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ഹരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയായിരുന്നു. വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കി കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക, അന്നത്തെ കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലേ അവരുടെ ആ ഒരു നഗരാസൂത്രണം അവർ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി അവിടുത്തെ വലിയ കുളം, ഗ്രേറ്റ് ബാത്ത് എന്നുള്ള ഒരു വലിയ കുളം മോഹൻജദാരോയിൽ ഉണ്ടായിരുന്നു. ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരം തന്നെയായിരുന്നു മോഹൻജദാരോ എന്ന് പറയുന്നത്. വലിയ കുളമാണ് ഈ നഗരത്തിലെ ഏറ്റവും സവിശേഷമായ നിർമ്മിതി. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറക്കാനും മലിനജലം പുറത്തേക്കൊഴുക്കാനുമുള്ള സംവിധാനം ഇവിടെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. എന്താ അല്ലേ, വല്ലാത്തൊരു ഇന്ന് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉള്ള ആ ഒരു സിസ്റ്റം അന്ന് നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അവിടുത്തെ ഗ്രാനറി അഥവാ ധാന്യപ്പുര എങ്ങനെയായിരുന്നു? ഹരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ഗുജറാത്തിലെ രംഗ്പൂർ, ലോതാല് എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്രശേഷിപ്പുകളാണ് ധാന്യപ്പുരകൾ എന്ന് പറയുന്നത്. ധാന്യങ്ങൾ സംരക്ഷിക്കാനും സൂക്ഷിക്കാനുമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവരെന്താണ് അന്നന്നത്തെ ജീവിതം കഴിച്ചു പോവുക എന്നുള്ളത് മാത്രമല്ല അവർക്ക് ലക്ഷ്യം, നാളേക്കുള്ളതും കൂടെ സേവ് ചെയ്യാനുള്ള ഒരു മനോ അല്ലേ എന്താണ് ഒരു മെൻറ്റാലിറ്റി കൂടി അവർക്ക് ഉണ്ടായിരുന്നു. ഇനി അന്നത്തെ കരകൗശല വിദ്യയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നോക്കൂ, അന്നത്തെ കളിപ്പാട്ടം നോക്കൂ, ആഭരണങ്ങൾ, മുദ്രകൾ, മൺപാത്രം, നർത്തകിയുടെ വെങ്കല പ്രതിമ. അടിപൊളി അല്ലേ? ആഭരണങ്ങളൊക്കെ ഇന്നൊക്കെ കാണുന്നതിനേക്കാൾ എത്രയോ നല്ല സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അല്ലേ.
ഇനി ഈ ചിത്രങ്ങളിൽ നിന്ന് ഹാരപ്പൻ ജനതയുടെ കരകൗശല വിദ്യയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഒന്നെന്താണ്, മുദ്രകൾ നിർമ്മിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു, അതുപോലെ തന്നെ മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു, ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു, പ്രതിമകൾ നിർമ്മിച്ചിരുന്നു. അതെല്ലാം നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു. ഹരപ്പൻ നഗരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, വെങ്കല പ്രതിമ എന്നിവയെല്ലാം ഹരപ്പൻ ജനതയുടെ വൈദഗ്ധ്യം പ്രകടമാക്കുന്നു. ഇനി ഇവിടുത്തെ എഴുത്തുവിദ്യ എന്ന് പറയുന്നത്, ഹരപ്പൻ ജനതയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു എഴുത്തുരീതി ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അവർ എഴുതാനായി ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം കാണപ്പെട്ടത്. ഇനി ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച, ഇത്രയും നല്ല സംസ്കാരമാണെങ്കിൽ കൂടി എന്താണ്, അത് കുറച്ചു കഴിഞ്ഞപ്പോൾ നശിച്ചു പോവുകയാണ് ചെയ്തത്. ഏകദേശം BC 1900 കൂടി ഹരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു. ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയെ ബാധിച്ച വിവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ചിലതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചതോടു കൂടിയിട്ട് ആ ഒരു നഗരം ഇല്ലാതായി എന്ന് പറയുന്നു. അതുപോലെ ഭൂമിയുടെ അമിതമായ ഉപയോഗം അവർ ഉപയോഗിച്ചപ്പോൾ അവിടുത്തെ ഫലഭൂയിഷ്ഠതൊക്കെ ഇല്ലാതായിട്ടുണ്ടാവും അല്ലേ. അതുപോലെ അവിടെ നിരന്തരമായിട്ടുള്ള പ്രളയം ഉണ്ടായിരുന്നു, വനനശീകരണം സംഭവിച്ചു എന്നതൊക്കെയാണ് കാരണമായിട്ട് പറയുന്നത്. പ്രാചീന കാലത്തെ മനുഷ്യ ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് ഏറെ ദുഷ്കരവും ശ്രമകരവുമായ പ്രവൃത്തിയാണ്. എഴുതപ്പെട്ട തെളിവുകൾ ഒന്നും ലഭ്യമല്ലാത്ത ചരിത്രാതീത കാലഘട്ടങ്ങളിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ ചരിത്രശേഷിപ്പുകളായ പുരാവസ്തു തെളിവുകൾ മാത്രമാണ് നമുക്ക് ആശ്രയം. ഇത്തരം തെളിവുകൾ വിശകലനം ചെയ്താണ് ചരിത്രകാരന്മാർ മനുഷ്യരുടെ ഉൽപ്പത്തി മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഫോസിൽ അവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗ കാലത്തെ മനുഷ്യനെ കുറിച്ച് നമ്മോട് പറയുന്നു. നവീന ശിലായുഗ കാലത്തെ കൃഷിയുടെ ആരംഭവും സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികാസവും മാനവ ചരിത്രത്തിന്റെ നാഴികക്കല്ലായിരുന്നു. വെങ്കലയുഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങൾ അക്കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങളുടെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു. പ്രാചീന സംസ്കാരങ്ങളിൽ രൂപപ്പെട്ട രീതികളും അറിവുകളുമാണ് ഇന്നത്തെ സംസ്കാരത്തിന്റെ അടിത്തറ. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയാകാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ പരിണമിച്ചു കഴിഞ്ഞിട്ട് എന്താണ്, ഇതൊന്നും പെട്ടെന്നുണ്ടായ സംഭവമല്ല. ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ഇത്രയും സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് കേൾക്കുമ്പോൾ വിചാരിക്കും, ആ മനുഷ്യൻ ഇത്രയും വേഗം ഇവിടെ എത്തിയോ എന്നുള്ളത്. അല്ല, ഒരുപാട് സമയം എടുത്തിട്ടും ഒരുപാട് തെളിവുകൾ നമ്മൾ ശേഖരിച്ചിട്ടുമാണ് നമ്മൾ ഇത്തരം എത്തി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. എന്തായാലും മനുഷ്യന് ഓരോ പുരോഗതിയും വളരെ പെട്ടെന്ന് തന്നെ കൈവരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം. ഇതിലെ തുടർ പ്രവർത്തനങ്ങളുണ്ട്. വിവിധ ശിലായുഗ ഘട്ടങ്ങൾ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ ചിത്ര ആൽബം തയ്യാറാക്കുക. വെങ്കല യുഗ സംസ്കാരങ്ങളും മനുഷ്യ പുരോഗതിയും എന്ന വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ അവതരണം തയ്യാറാക്കുക. ഇതിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹരപ്പൻ സംസ്കാരം എന്നിവ ഉൾപ്പെടുത്തുക. വെങ്കല യുഗ സംസ്കാരങ്ങളുടെ സവിശേഷതകൾ വെളിപ്പെടുത്തുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. കളിമൺ ഫലകം നിർമ്മിച്ച് നിങ്ങൾക്കറിയാവുന്ന ലിപി എഴുതി ഉണക്കി സാമൂഹ്യ ശാസ്ത്ര ലാബിൽ പ്രദർശിപ്പിക്കുക. നദീതടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരങ്ങൾ കണ്ടെത്തി പട്ടിക തയ്യാറാക്കുക. ഇതൊക്കെ തുടർ പ്രവർത്തനമാണ്. ഇനി അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ പാഠഭാഗമാണ്, ആദ്യകാല രാഷ്ട്രങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് നോക്കാം. അപ്പോൾ ഇതിലെ കുറിപ്പ് പോലെയുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.